ഹായ് ഹലോ. അപ്പോൾ എൻ്റെ ഒരു പുതിയ ചാനൽ ഉണ്ടല്ലോ, ആ ചാനലിൽ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ബിഗ് ബോസിൻ്റെ റിയാക്ഷൻ ചെയ്യാനായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്തോ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. അത് ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും കാണും കേട്ടോ, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. സൺഡേ സാധാരണ ഞാൻ എണീക്കാൻ നല്ലോണം വൈകാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, കുട്ടികളൊന്നും നേരത്തെ എണീറ്റ് സൈക്കിളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കണ്ടാൽ തോന്നും ഡെയിലി പോകാറുണ്ടെന്ന്, പക്ഷേ ഡെയിലി ഒന്നും പോകാറില്ല ആൾ, എപ്പോഴെങ്കിലുമൊക്കെ പോകാറുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ അമ്മ ഉണ്ട് ഇവിടുത്തെ അമ്മ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിൽ പോയി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. മോക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പോൾ മോന് പിയാനോ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കാം. ഇതൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വേണം രണ്ടുപേരും വിടാൻ വേണ്ടിയിട്ട്. മോളുടെ കൂടെ ഞാനും പോകണം. ആ ക്ലാസ് കഴിയുന്നവരെ അവിടെ ഇരിക്കണം. അപ്പോൾ സത്യം പറയാലോ, രാവിലെ സൺഡേ ഭയങ്കര തിരക്കാണ്. ഞാൻ പക്ഷേ എണീക്കാനും വൈകും, അതുകൊണ്ടാണ് ഇത്ര തിരക്കാവണത്. പക്ഷേ എന്നാലും ഞാൻ സൺഡേ നേരത്തെ എണീക്കില്ല. കാരണം എല്ലാ ദിവസവും 6 മണി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും, എന്നാലും 6 മണിക്കൊക്കെ എണീക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസമല്ലേ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സൺഡേ കുറച്ച് ലേറ്റായിട്ട് എണീക്കുക. എന്നാലും 9:30 അവൾക്ക് ഡാൻസ്. അപ്പോൾ 9:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കഴിക്കാൻ കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇനി കിച്ചണിൽ പോയിട്ട് കുറേ പണി തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും ഞാൻ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഈ കണ്ടതൊക്കെ എൻ്റെ വീട്ടിലെ മുറ്റത്തുള്ള കുറച്ച് ചെടികളാട്ടോ. ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഒരു ഗ്രീൻ കളറാണ് അവിടെ ഫുള്ള്. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇതൊന്നും ഞാനല്ല, ഇതിൻ്റെ ഒന്നും ഉത്തരവാദി ഞാനല്ല. ഇതൊക്കെ കുട്ടേട്ടൻ്റെ പരിപാടിയാണ്. കുട്ടേട്ടനാണ് ഗാർഡനൊക്കെ റെഡിയാക്കിയത്. പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് എനിക്ക് തൊണ്ടയ്ക്കൊരു സുഖമില്ല, എപ്പോഴും ഒരു ചുമയുണ്ട്. അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയൊക്കെ ചതച്ച് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി രാവിലെ കുടിച്ചു. അപ്പോൾ കുറച്ചൊരു സുഖമുണ്ട് കേട്ടോ സൗണ്ടിന്. പക്ഷെ എന്നാലും എനിക്ക് തൊണ്ടയ്ക്ക് വലിയ സുഖമൊന്നുമില്ല. നല്ല ഇടയ്ക്ക് ചുമ വന്നാൽ പിന്നെ നിൽക്കണേയില്ല. കുട്ടേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അതാ ബൈക്ക് തുടച്ചിരിക്കുന്നു. ഇനി അവിടെ തന്നെ ആയിരിക്കും കുറേ നേരം. ഈ മുറ്റത്തുനിന്ന് കയറുകയില്ല. കുറേ വേസ്റ്റ് എന്തൊക്കെയോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ആളാട്ടോ. രാവിലെ എണീറ്റിട്ട് സൺഡേ ആ വേസ്റ്റ് അവിടെ ഇതാക്കാം അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. കാരണം ഫുള്ള് ഇനി ഇവിടെ ഇരുന്ന് കുറേ തുടയ്ക്കും. മോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ ഉണ്ടെങ്കിൽ കുറച്ച് പ്രകടനമാണ് ഇവിടെ. കുറേ നേരം അങ്ങനെ ഇരിക്കും, എന്നിട്ടൊക്കെ ബ്രഷ് ചെയ്യാൻ പോകുള്ളൂ. പിന്നെ കുറേ നേരം അങ്ങനെ ഇരിക്കും. ചെക്കൻ അത് എണീറ്റു, അവരും അവിടെ വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എണീറ്റ ഉടനെ കുറേ നേരം അങ്ങനെ ഇരിക്കും. പക്ഷെ അതെനിക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് മാത്രം. അവരങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളിപ്പോഴും അവിടെ നിന്ന് എണീറ്റിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അമ്മ ഉണ്ടല്ലോ സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവില്ല. അനിയത്തിൻ്റെ അടുത്താണ് അമ്മ. അനിയത്തി വർക്കിംഗ് ആയത് കാരണം അനിയത്തിൻ്റെ അടുത്താണ് അമ്മ. അപ്പോൾ സൺഡേ ഇന്ന് അമ്മ ഉള്ളത് ഭയങ്കര ആശ്വാസമായി. കാരണം ഇന്ന് അമ്മയാണ് മഷ്റൂം കറി ഉണ്ടാക്കി, പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുക്കളയിലെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദോശ ഒരു ലുക്കില്ല അല്ലേ കാണാൻ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിതിൽ കണ്ടപ്പോഴേ മനസ്സിലായി. കണ്ടില്ലേ, മോള് അപ്പുറത്തെ പ്രകടനം കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് പോയി. ഇനി ഇവൻ്റെ മടിയിൽ കുറേ നേരം കിടക്കും, കുറേ ഉമ്മയ്ക്കും. പക്ഷെ ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, ഈ ചില സമയത്തുള്ള കാണിക്കൽ കാണുമ്പോൾ എൻ്റെ ഭഗവാനെ എന്തൊരു ഇഷ്ടം അറിയോ. കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും കേട്ടോ അടി. അവൻ അത് ചെയ്തു ഇത് ചെയ്ത് വീഡിയോ എടുത്തതാണ്. കാരണം ബ്രഷ് ചെയ്യാൻ പോണില്ല. കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. എന്ത് വന്നാലും എന്ത് ഫുഡും അവിടെ സ്റ്റെയറിൽ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ, ടേബിളിൽ ഇരിക്കില്ല. എന്നാൽ ടി വി കണ്ടിങ്ങനെ ഇരിക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ റെഡിയാണ്. അമ്മ പറഞ്ഞൊക്കെ നടന്ന് സത്യമൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ സ്വന്തം മേക്കപ്പ് സെറ്റ് വെച്ചിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പുറപ്പെടുകയാണ്. ലാസ്റ്റ് ലുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡാൻസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾ
കിട്ടും. ഇതുണ്ടല്ലോ അച്ഛനും മോളും കൂടി ഒറ്റയ്ക്ക് എന്നോട് പറയാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയ മേക്കപ്പ് സെറ്റാണ്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, എവിടെ പോകുമ്പോഴും ഇതൊക്കെ വാരി തേച്ചിട്ടേ പോകുള്ളൂ. അതിനി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇനി ഇത് കഴിഞ്ഞാലേ രക്ഷ ഉണ്ടാവുള്ളൂ എന്നൊക്കെ തോന്നുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഇറങ്ങിട്ടോ. ഭയങ്കര തിരക്കായിരുന്നു രാവിലെ. ഭക്ഷണം കഴിക്കലും ഉണ്ടാക്കലും കൊടുക്കലും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര പണിയായിരുന്നു. പിന്നെ അമ്മ ഉണ്ട് കേട്ടോ, ഇന്ന് അമ്മ ഉണ്ട്. ചില സൺഡേ അമ്മ ഉണ്ടാവില്ല, ഇവിടുത്തെ അമ്മ. പക്ഷെ ചില സൺഡേ ഇവിടെ ഉണ്ടാവില്ല, അനിയത്തിൻ്റെ വീട്ടിലാവും. അപ്പൊ ഇന്ന് അമ്മളുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ കഴിഞ്ഞ് അവളുടെ ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. 9:30 ശരിക്കും ഡാൻസ് ക്ലാസ്. പക്ഷെ ഇപ്പൊ 9:30 ആയി. പക്ഷെ ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാ എവിടെ മക്കള് വാ, നിന്നെ യൂണിഫോം കാണിച്ചു കൊടുക്കും മുത്തേ. യെല്ലോ കളറാണ് പാന്റ്, യെല്ലോ കളറ് ഉൾക്കൂടെ എടുക്കുന്നത് ടീഷർട്ട് അല്ലത് ചുരിദാറാണ്. പക്ഷെ എന്നാൽ ഈ ചുരിദാറ് യൂണിഫോമാണ്. ഈ ചുരിദാറ് എന്ത് കളർ എന്താ വെച്ചാ കളറ് ഗ്രീൻ അല്ലേ? അത് പറഞ്ഞിട്ടില്ല, ശരിയാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇറങ്ങി പോകുന്നു. ഇനി ബാക്കി ഡാൻസ് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാട്ടോ. ഫുൾ ഡേ കാണിക്കാം. ബൈ. ഡ്രൈവറെ കൂടി കാണിക്കാം. കാണുന്നുണ്ടോ? മോനുണ്ട് കേട്ടോ, ചെക്കനുണ്ട്. ഇവിടെ ചെക്കനെവിടെ? അപ്പൊ ഞാനും അച്ഛനും കൂടിയും അമ്മേനെയും കുട്ടീനെയും ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കി. എനിക്കൊരു 10:30 കീബോർഡ് ക്ലാസ് ഉണ്ട്. എടാ അച്ഛൻ രാവിലെ സൈക്കിൾ ചെയ്തു. ഞാൻ വിളിച്ചാലോന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ ഒരു 45 മിനിറ്റ്സ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് സൈക്കിൾ എടുക്കുന്നത്. ഒരു 45 മിനിറ്റ്സോളം സൈക്കിൾ ചെയ്തു. അപ്പൂനെ വിളിച്ചാൽ തീരുന്നു അല്ലേ? വിളിച്ചാൽ നീക്കോ? എടാ വേറൊരു പ്ലാൻ ഉണ്ട്. നമ്മളെ സൈക്കിളില്ലേ അതിന്റെ മുന്നിൽ ഈ പണ്ടൊക്കെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് നീ കുട്ടീനെ ഇരുത്തണേ, കുട്ടീനെ ഫ്രണ്ടിൽ ഇരുത്തുന്ന സീറ്റ് നമുക്ക് ബൈഡെല്ലാം അന്വേഷിക്കണം കേട്ടത് അല്ലേ? ഈ മുത്തുമണിനെയും കൊണ്ടുപോകാൻ രാവിലെ നമുക്ക് രണ്ടാം കൂടി സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഉണ്ടാവും. നമുക്കൊന്ന് ഇപ്പൊ പോയാൽ പിന്നെ അവള് അവിടെ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ചെരുപ്പ് പോകാൻ വേണ്ടി പോകും. കാരണം അച്ഛൻ വീട്ടിലിടാൻ വേണ്ടി അച്ഛനെ ചെരുപ്പ് വാങ്ങി. അതിൽ എനിക്ക് ആ ചെരുപ്പ് നല്ല സുഖമായി. ഞാൻ എടുത്തു ചെരുപ്പ്. അച്ഛൻ ചെരുപ്പ് നല്ല സുഖമായിട്ട് വോക്കറും VKCന്റെ വോക്കറും കേട്ടോ. കുറഞ്ഞ പൈസ ഉള്ളതിനും ഒരു 250-300 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ചെരുപ്പ് കിട്ടും. ഇതാ ഒന്ന് പോയി നോക്കാം നമുക്ക് അല്ലേ? അത് തുറന്നുണ്ടാവില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത് ഓപ്പൺ ആണോ എന്നുള്ളത് അറിയില്ല. അച്ഛന് ആ ചെരുപ്പ് അച്ഛന് കാലുവേനുള്ളതുകൊണ്ട് അച്ഛൻ വേണ്ടി വാങ്ങി. അച്ഛന് വേണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ആ ചെരുപ്പ് എടുത്തു. പക്ഷെ ഈ ഓവറായിട്ട് സോഫ്റ്റ് ചെരുപ്പ് ഇട്ടാലും ബുദ്ധിമുട്ടാണ് കൂട്ടാൻ. കാരണം പിന്നെ നമ്മളൊരിക്കലും അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഇടാൻ പാടില്ല. പക്ഷെ അപ്പൂന് എന്താ വെച്ചാൽ ഫ്ലാറ്റ് ഫൂട്ടിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പൊ ശരി. അപ്പൊ ബാക്കി അത് തുറന്നുണ്ടോ നോക്കാം അല്ലേ? ഇവിടെ കുട്ടപ്പന്റെ വാച്ച് ഉണ്ട്. അത് ഈ നിലത്ത് വീണിട്ട് പൊട്ടിപ്പോയതാ അല്ലേ? അതൊന്ന് നന്നാക്കാൻ വേണ്ടിട്ട് കുട്ടറയിൽ നിന്ന് വീണതാണ്. അത് പിന്നെ വാങ്ങിയത് മഞ്ചേരി വാച്ച് പാലസ് ആണ്. ഇവിടെ ഒരു ടൈറ്റന്റെ ഒരു പുതിയ ഷോറൂം തുറന്നുണ്ട് മലപ്പുറം മഞ്ചേരി റോഡിൽ, ടൈറ്റൻ വേൾഡ്. അപ്പൊ അവിടെ പോയിട്ട് അതൊന്ന് സർവീസ് ചെയ്യാൻ പറ്റും. പൊട്ടിപ്പോയത് അല്ലേ? നല്ല വാച്ചാണ്, പൊട്ടിപ്പോയി. അപ്പൊ അതൊന്ന് നന്നാക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ അത് നന്നാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് പൊയ്യൊക്കെ ഉള്ളിൽ സർവീസ് ചെയ്യാൻ പറ്റൂലേ? ഇവിടെ തന്നെ മഞ്ചേരി തൊട്ടടുത്ത് തന്നെ. ഓട്ടോമാറ്റിക് ഏതാ? വാച്ചിൻ്റെ പ്രാന്തനാണ്. വേണം. ഓട്ടോമാറ്റിക് വാച്ച് ഏതാ? നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ വാച്ചിൽ അത്ര ശ്രദ്ധിക്കുന്ന ആളുമല്ല. ഇപ്പം എന്തോ ഓഫറുണ്ട് കേട്ടോ. അത് തരാനല്ല എന്നാലും പിന്നെ ആ ക്രോണോഗ്രാഫിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അടിപൊളി കേട്ടോ. ഓ ഇത് രക്ഷയില്ലടാ. സൂപ്പർ അല്ലേ? ഭയങ്കര രസമുണ്ടോ? എൻ്റെ കൈ എടുക്കണ ഇത് പിന്നെ എഡ്ജില്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പെർഫ്യൂംസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ സ്മെല്ല് പിന്നെ വീഡിയോ കൂടി കാണിക്കാൻ പറ്റില്ലല്ലോ.
വാച്ച് നന്നാക്കാൻ കൊടുത്തു. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ അച്ഛാ. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടോ? ഇഷ്ടംപോലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ചേരി അധികം സെറ്റപ്പ് ഇല്ല. സാധാരണ നമ്മൾ വാച്ച് പാലസ് ഒരു സ്ഥലത്താണ് കൊടുക്കില്ല. അവിടെ നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ അതിനേക്കാളും അല്ല അറിയില്ല കേട്ടോ നമുക്ക്. ഡിഫറെന്റ് ബ്രാൻഡ്സ് ആയതുകൊണ്ട് വേറെ ബ്രാൻഡാണല്ലോ. ഒന്ന് വാങ്ങടാ നെക്സ്റ്റ് ഓട്ടോമാറ്റിക് വേണ്ടേ? നമുക്ക് അത് വാങ്ങാം. ഓട്ടോമാറ്റിക് വാങ്ങാം. ഒരു 20,000 ഒക്കെ വരും. കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ചോറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പയറുപ്പേരിയും പിന്നെ ഈ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, മുരിങ്ങയുടെ ഇല കഞ്ഞിയുടെ വെള്ളത്തിൽ വെക്കുമോ നിങ്ങളുടെ അവിടെയൊക്കെ? അമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം പോയി കുറച്ച് നേരം കിടന്നു കേട്ടോ എല്ലാവരും. അപ്പോഴേക്കും വീണ്ടും ചായയല്ല കോഫി ആയിരുന്നു. അത് കുട്ടിയുടെ ഉണ്ടാക്കി. ഞാൻ അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, കുട്ടിയുടെ എനിക്കൊരു കോഫിയെങ്കിലും ഉണ്ടാക്കി തരുമോ പറഞ്ഞു. അപ്പോൾ ആൾ ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ യൂട്യൂബ് ബിസി ആയതുകൊണ്ടാണ് ഇതിലൊക്കെ ഒന്നും വരാത്തത്. പക്ഷേ പറഞ്ഞപ്പോഴേക്കും ഓടിപ്പോയി കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇതാ പാലൊക്കെ വെച്ച് ഇത് ആളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കോഫിയായിരുന്നു. ശരിക്കും ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ എനിക്കും മോക്കും അതുപോലെ കണ്ണൻ കുടിക്കില്ല അമ്മയ്ക്കും ഒക്കെ കോഫിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം കുളിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. കോഫി ഉണ്ടോ? അടിപൊളിയല്ലേ? ഇനി വലിയൊരു സർപ്രൈസ് ഉണ്ടേ, നിങ്ങൾ കണ്ടോക്കൂട്ടോ. വേറൊരാളെ കാണിച്ചു തരാം, ഇപ്പം വരും. ഞങ്ങൾ തന്നെ വിചാരിക്കാണ്ട് പെട്ടെന്നുണ്ടായതാ. അവിടെ നിൽക്കണേ. സന്തോഷാണേ ശരിക്കല്ലേ. ഞങ്ങളുടെ വീട്ടിലെ കുട്ടി അല്ല വിധു, അതിന് സന്തോഷാണേ. ഇത് ഞങ്ങളുടെ വീട്ടിലൊരാളാണ് കേട്ടോ. ഞങ്ങളെ കുറച്ച് ഇന്നലേക്ക് നിൽക്കണേ കേട്ടോ. ഫുട്ബോൾ കളിക്കണ്ട ഫുട്ബോൾ അവിടെ നിൽക്കൂ. ഇന്നലെ മുതൽ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ അമ്മ ആൻഡ് കുട്ടിയാണ് കേട്ടോ അത്. അയ്യോ, ഞങ്ങളുടെ വീട്ടിലല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലല്ല, സ്ട്രേ ഡോഗാണ്. സ്ട്രീറ്റ് ഡോഗ്, സ്ട്രേ ഡോഗ്. എന്താ സ്ട്രേ ഡോഗ്? ഒരു മിനിറ്റ് കാര്യം പറയട്ടെ, മുണ്ടല്ലോ കേട്ടോ. എടി, നിൻ്റെ ഒരു കുട്ടിക്ക് ഊര തളർന്ന് കിടക്കുന്നുണ്ട്, നീ അറിഞ്ഞോ? എടി പെണ്ണേ, ഇതിനെ നോക്കണ്. ആരെ നോക്കണ്? കുട്ടി ആരെ നോക്കണം? എന്നെ നോക്കണ്? ചെക്കനെ നോക്കണ്? എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഞങ്ങളുടെ വീട്ടിലത്തെ ഞങ്ങളുടെ ഒരു അംഗമാണ് അല്ലേ? അംഗമേ, അവിടെ അങ്ങോട്ട് പോ. അത് അച്ഛനെ ആ ബാക്കിലുള്ള പാല് തട്ടല്ലോ എടുത്തേക്ക്. എവിടെ പോവാടി? എന്തിനിപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടിയത് കുട്ടി? എന്തിനാ കുട്ടി ഓടി? കുട്ടി എന്തിനാ ഓടി? എന്തിനാ കുട്ടി ഓടിയത്? ഇത് ക്യാമറ. അവിടെ ആ പുറത്തേക്കോ കുട്ടി അമ്മയെ വെച്ചോളൂ. തുറന്നു കൊടുക്കടാ കൂട്ടാ. മറ്റേ കുഞ്ഞു കുട്ടിയല്ലേ. ആ തരാതെ അത് പോയിക്കോളൂ. കൊണ്ടുപോയോ? അതിന് ബാക്കി എല്ലാവരും ഒന്നിനും തിന്നാൻ വയ്ക്കൂല. ഇതിൻ്റെ ഒരു കുട്ടി അവിടെ ഊര തളർന്ന് കിടക്കുന്നുണ്ട്. നടി വളർന്നിട്ട് അമ്മയോട് മുണ്ടണ്ട. ഇങ്ങോട്ട് മക്കളിങ്ങോട്ട് വരണ്ട. മക്കളിങ്ങോട്ട് വന്നാലേ അത്
അത് മറ്റേ കുട്ടി തന്നെയാണ്. ഇവിടെ കണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കുട്ടി കരയരുത്. ഞാൻ പറയാം, ഒരു കുട്ടിക്ക് വയ്യ, ഒരു കുട്ടിക്ക് ശരീരം തളർന്ന് കിടക്കുകയാണ്. ഇതിനെ നോക്കി എങ്ങനെ, ഇവളെ നോക്കി എങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഓരോരോ പരിപാടികൾ കണ്ടിരിക്കുക. അത് ശരി, അവിടെ കിടന്നു. അവിടെ കിടന്നൊരു കാര്യമില്ല കേട്ടോ. നത്തിങ്, നോ ഫുഡ് ടു ഡൈ ബേബീസ്. ഫുഡൊക്കെ തരാളൊക്കെ തന്നു. ഇനി എന്താ അറിയോ, അച്ചമ്മ നീറ്റ് വരുന്നതിന് മുന്നേ വേഗം പൊയ്ക്കോളുകൊണ്ട് വിടുന്നു കേട്ടോ. യുനോ, എൻ്റെ അമ്മയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. കൺകളീട് ஒவ்வொரு பொழுதும் உன்னை அப்படி நான் ருசிச்சேன் கண்மணி. ஒவ்வொரு பொழுதும் உன்னை அப்படி എന്താടി എന്താടി എറുമ്പുണ്ടോ? അത് അകത്ത് കുടുങ്ങി. എൻ്റെ ചെടിച്ചട്ടി തട്ടിയിടുമല്ലോ ഭഗവാനെ, എൻ്റെ ചെടിച്ചട്ടി മുഴുവൻ തട്ടിയിടുമല്ലോ. ഇവളുടെ മക്കളാണ് ഈ കാണുന്ന ചങ്ങായിമാർ. ഇതിലൊന്ന് അര തളർന്ന് കിടക്കുക പാവം. ഇതിൻ്റെ വീഡിയോ ഞാൻ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മുത്തുമണി, ആ ബൈക്കിൻ്റെ മുകളിൽ സിറ്റ് ഔട്ട് കയറരുത്, സിറ്റ് ഔട്ട് കയറരുത്. രാത്രി ഒരു സിറ്റ് ഔട്ട് കയറി എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. അല്ലേ മുത്തുമണി? അല്ലേ മുത്തുമണി? കുട്ടി കഴിച്ചോളുണ്ട് കേട്ടോ. എടാ കുട്ടി പുറത്തേക്ക് കഴിയിടരുത്, അവളെ പേടിയാക്കി. ഇടി എൻ്റെ മക്കൾക്ക് കൊടുക്കടി. അമ്മമാരെ കുറിച്ച് ചിന്തയില്ല എന്നൊക്കെ പറയേണ്ടത്. ഇനി രണ്ടെണ്ണം അത് കുറച്ച് കൊടുക്കണേ. ഒരു കുട്ടിക്ക് തീരെ വയ്യ. ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ വരണ്ട ഇങ്ങോട്ട്. ചെല്ലു, ഈ കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ. ഈ വെള്ളമില്ല കച്ചറ, ഇവളിങ്ങോട്ട് വന്നിട്ട് ഓടിയിട്ട് കല്ലുത്തണ്ടേ. എന്താ കുട്ടീനെ എന്താ പറ്റി? ഇവിടെ എന്താ നമുക്ക് മനസ്സിലായി. എന്താ ഒരു മക്കൾ തമ്മിൽ അടി കൂടുണ്ട് കേട്ടോ. അതാ കുട്ടി കരയണു, കുട്ടി കരയണു. നമുക്ക് സംശയം തോന്നിയിട്ടാ. മുത്തുമണി ഇറങ്ങണ്ട, അവൾ ഓടും കേട്ടോ. എന്തിനാ കുട്ടി കരയണ്? ഒന്നും കിട്ടിയില്ല, 2-3 ദിവസമായിട്ട് ഭക്ഷണം കിട്ടിയില്ല തോന്നുന്നു അല്ലേ? ഇപ്പോൾ എവിടെ വലിയ ആളായിട്ട് ഇവിടെ വരുന്നില്ലല്ലോ. എവിടെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്? ഡി എടി ആ പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയ സംശയമുണ്ട്. കുട്ടികളെ ഒഴിവാക്കിയത്. സുന്ദരി കുട്ടി അയക്കണം. മുത്തുമണി അപ്പുറത്ത് കൂടി നിലത്തേക്ക് നോക്കി നടക്കും. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങളിവിടെ മഞ്ചേരി കുറച്ച് അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. എത്ര അമ്പലത്തിൽ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ പറ്റുന്ന 1-2 അമ്പലത്തിലെങ്കിലും പോയിട്ട് വരാം. ആ വീഡിയോ എടുക്കാം കേട്ടോ. എട്ടിയോട്ടും പോവാം, അതേമാതിരി കൃഷ്ണന്റെ അമ്പലത്തിലും പോവാം. എട്ടിയോട്ടും പോവാം. എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രം അല്ലേ? എട്ടിയോട്ട് അയ്യപ്പൻ്റെ അമ്പലമാണ് അയ്യപ്പ ക്ഷേത്രം. ഈ മണ്ഡലകാലത്ത് ഞങ്ങൾ ഡെയിലി അധിക ദിവസം എന്നുള്ള പോലെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ട് പിന്നെ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോകണം. പിന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ഒരു അമ്പലമുണ്ട്,
അവിടെ ശ്രീകൃഷ്ണന്റെ അമ്പലം. എന്താ അമ്പലത്തിന്റെ പേര്? അങ്ങനെയൊന്നുമില്ലല്ലോ. കൃഷ്ണന്റെ അമ്പലത്തിന്റെ വായ്പാറ അമ്പലം ഇത് അമ്മ. വായ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെയും പോയി തൊഴുതിട്ട് വരാം. അപ്പൊ കാണിച്ചു തരാം, വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടെ പുറത്തേക്ക് പോകുമ്പോ അപ്പൊ നമ്മള് അമ്പലത്തിൽ പോവാണ്. അപ്പൊ എന്താ വെച്ചാ ഞങ്ങളൊന്ന് ഇട്ടിയൂട്ടിക്കാണ് പോണേ. അപ്പൊ ബാക്കി അമ്പലത്തിൽ എത്തിയിട്ട് പറയാം. പക്ഷെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയണം അല്ലേ? പറയണം. ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അതായത് സൺഡേ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. കാരണം കുട്ടേടം വരാൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും പോകും വിചാരിച്ചായിരുന്നു. ശബരിമല കാലത്ത് ഡെയിലി ഞങ്ങൾ എങ്ങനെയെങ്കിലും സമയമൊക്കെ കണ്ടെത്തി എല്ലാ ദിവസവും പോയിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ പോകാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് എന്തായാലും അമ്പലത്തിൽ പോകും വിചാരിച്ചതാണ്. പിന്നെ ഇവിടുത്തെ അമ്പലമൊക്കെ കാണിച്ചു തരാം. മഞ്ചേരി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്, ഇഷ്ടംപോലെ. പക്ഷെ അതിലൊരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അതിലൊരു അമ്പലവും ഇല്ല. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ കാറിലൊക്കെ തന്നെ പോകണം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പല്ല് പോയി നോക്കൂ. ഞാനാട്ടോ പറിച്ചെടുത്ത്. ഞാൻ ഇങ്ങനെ ഇളക്കി നഖം കൊണ്ട് ഇങ്ങനെ ഇതാക്കി. അപ്പൊ എന്റെ കൈക്ക് വന്നു. പക്ഷെ ഏട്ടൻ കഴുകാൻ പറയാതെ വാഷ് ബേസിലോട്ട് അത് പെട്ടെ. പക്ഷെ എന്താ വെച്ചാ ഇനി ഇട്ടിയൊട്ടിനും ഒന്ന് ഇട്ടിയൊട്ട് ആദ്യം നമ്മള് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാ പോണ കേട്ടോ. വായ്പാറ അമ്പലത്തിലാ പോണ. ആദ്യം കൃഷ്ണൻ അമ്പലത്ത്, പിന്നെ ഇട്ടിയൊട്ട് അയ്യപ്പന്റെ അമ്പലത്ത് സ്ഥിരമായിട്ട് പോവാറുണ്ട്. പിന്നെ ഇനി വേറെ ദിവസം അരികിഴായ പോണം. ഇന്നിപ്പോ അവിടെ നിന്ന് ടൈം കിട്ടില്ല. നമ്മൾ ഓൾറെഡി ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. അരികിഴായ പോണം. പിന്നെ ഇന്ന് കുന്നത്ത് അമ്പലത്തില് അപ്പത്തന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കുന്നത്ത് അമ്പലത്തിൽ അതെല്ലാം കൂടി പറ്റില്ല. എല്ലാം കൂടി പറ്റില്ല. അപ്പൊ ഇന്ന് നമുക്ക് ടു സ്ഥലത്തിൽ പോണം. ഫസ്റ്റ് കൃഷ്ണന്റെ അമ്പലത്തിൽ, പിന്നെ ഫസ്റ്റ് കൃഷ്ണന്റെ അമ്പലം, സെക്കൻഡ് എന്താ വെച്ചാൽ സെക്കൻഡ് നമ്മള് ഇട്ടോട്ട് പോവാണ്. അപ്പൊ ബാക്കി കൃഷ്ണന്റെ അതാ അടിയായിട്ടോ. എന്താ മോളെ അടിച്ചു ശരിയാട്ടോ. അവൻ വീഡിയോ എടുക്കണേന്റെ ഇടയിൽ കൂടെ അവളോട് ഒരു ആക്ഷൻ. എന്താ ചെയ്യാ ഗൈസ്, ഇങ്ങനെയാണ് കൊറേ. പക്ഷെ ഭയങ്കര സ്നേഹട്ടോ ചില സമയത്ത്. ഞങ്ങള് ബാക്കി അടി കൊടുക്കും. എന്താ ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി കൃഷ്ണന്റെ അമ്പലത്തിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ. മുത്തുമണി ഉണ്ടല്ലോ ഇതിന്. ആരാ ഉള്ളത് ഇതില് വീഡിയോയിൽ? മുത്തുമണിന്റെ അല്ലോ. ഗൈസ് ഇതാണ് ഞങ്ങളുടെ അമ്മ. റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ മഞ്ചേരിയാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് KT സുജാത, റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ മഞ്ചേരി. 42 വർഷത്തെ സെൻട്രൽ ഗവൺമെന്റ് ജീവിതത്തിന് ശേഷം ഇപ്പം എങ്ങനെയാണ് നടക്കുന്നത്. പണ്ട് ഭയങ്കര പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് പേരെ ഭയങ്കരമായിട്ട് വെറുപ്പിച്ച ആളാണ്. പക്ഷെ ഇപ്പം അങ്ങനെ അധികം വെറുപ്പിക്കാനുള്ള ഇതിലല്ല. അമ്പലം പണി നടക്കണല്ലേ. അച്ഛൻ തൊട്ടല്ലോ. നമുക്ക് എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രം അല്ലേ? ഇവിടെ അടുത്ത് സ്വന്തം അയ്യപ്പന്റെ ക്ഷേത്രം. നന്നായി കുട്ടീനെ ശബരിമല കൊണ്ടുവന്ന അയ്യപ്പൻ അല്ലേ? പിന്നെ ഇല്ല കേട്ടോ, കരച്ചിലും തോന്നില്ല കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് അയ്യപ്പ ക്ഷേത്രം എട്ടിയോട്ട്. ഞാൻ ഇങ്ങോട്ട് പോകാൻ ഇവിടുന്ന് കാറ് വിധു
വരുമ്മ ഇവിടെ നായക്കാളുണ്ടല്ലോ. ഇവിടെ എവിടെ ഒരു പിന്നെ ഫ്ലാറ്റിലാണ് മഞ്ചേരിയിലത്തെ അപ്പുറത്തെ പോസ്റ്റ് മാസ്റ്റർ മിനി അതുകൊണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രം എത്തും കേട്ടോ. ഇതാണ് എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രം മഞ്ചേരി. ഞങ്ങൾ ശബരിമല സീസണിൽ കംപ്ലീറ്റ് ഇവിടെ സ്ഥിരമായിട്ട് വന്നിരുന്നു. ഭജന ഭിക്ഷ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഹരിവരാസനുണ്ട് ഭഗവാനെ അയ്യപ്പ, ഒരു രക്ഷയില്ല. സ്വാമി ഇതാണ് അമ്പലം കേട്ടോ. അതെ 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 അതെ. ഞങ്ങൾക്ക് ഇവിടെ മണ്ഡലകാലത്തിൽ കംപ്ലീറ്റ് ഭിക്ഷ ഉണ്ടായിരുന്നു അല്ലേ വിധു? ഭയങ്കര ഭജനയും. അമ്മ ഒന്നൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഹരിവരാസനവും അത്രയും പ്രാർത്ഥിച്ച് പോയതാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തോ അയ്യപ്പൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ പോയ ദിവസം ശബരിമലയിൽ തിരക്കുണ്ടായില്ല. ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് മാത്രം അങ്ങനെ പറയില്ല, പക്ഷെ എന്നാലും അന്ന് എന്തോ തിരക്കുണ്ടായില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റി. മുത്തുമണിയുടെ സ്വന്തം ആളാണ് സ്വാമി. ഇവിടെ 20-ാം തീയതി പടിപൂജ ഉണ്ട് എട്ടിയോട്ടയ്യ ക്ഷേത്രം. പിന്നെ 24-ാം തീയതി പ്രതിഷ്ഠാ ദിനം. അപ്പോൾ അത് മാത്രമല്ല 17-ാം തീയതി ചുറ്റുവിളക്ക് സ്വീട്ടാക്കിയിട്ടുണ്ട് അവൻ്റെ പേരിൽ, കുട്ടപ്പൻ്റെ പേരിൽ. Nicolome. കണ്ണ് കാണാനില്ലാത്തതുകൊണ്ട് ടോർച്ച് അടിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടെൻറ്റിൻ്റെയും
അച്ഛൻ തരാം മുത്തേ മന്തി കേട്ടോ. ഷബീർ നമ്മളെ ഗൾഫിലെ ആളാണ്, ഇവിടെ നിന്നുള്ള പരിചയമാണ്. തയ്യോ അത് തയ്യോ. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ. ഇതോടെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നു, ഉറങ്ങി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.